ഹായ് ഫ്രണ്ട്സ്, കുട്ടനാടൻ ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കൂട്ടുകാരെ, നമ്മളഞ്ചാറ് കൂടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മഴയൊക്കെ കുറവായത് കാരണം മീനൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു കൂടിനടുത്ത് വന്നപ്പോഴത്തേക്ക് ആ കൂട് നല്ല അനക്കമുണ്ട്. അതിനകത്ത് മീനാണോ ആമയാണോ അതോ പാമ്പാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും നമുക്കൊന്ന് പൊക്കി നോക്കാം. കാരണം പൊക്കിയില്ലെന്നുണ്ടെങ്കിൽ മീനാണെന്നുണ്ടെങ്കിൽ അവൻ കിടന്ന് അടിച്ചടിച്ച് സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കിന് കഴുന്ന ഈ ഭാഗത്തെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകും. ഏതായാലും എന്നതാണെങ്കിലും ആമയാണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നമുക്കവനെ എടുത്ത് മാറ്റാം. ആമയാണെങ്കിൽ എടുത്ത് കളയാം, പാമ്പാണെങ്കിലും എടുത്ത് കളയാം, അതുപോലെ മീനാണ് നമുക്ക് എടുക്കാം. ഇതെടുക്കണ്ട, ഇതുണ്ടോ കൂടിനകമെല്ലാം നല്ല അനക്കമുണ്ട്. അതായത് വെള്ളമെല്ലാം മാറിക്കിടക്കാം. അപ്പം കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇതെല്ലാം പോയതായിരുന്നു. അത് കാരണം നമ്മൾ ഒന്ന് റെഡിയാക്കി വെച്ചതുണ്ടോ. അടിപൊളി ഒരു ചേറുമീനാണ് കേട്ടോ. നമുക്ക് ഈ സീസണിൽ ആദ്യമായിട്ട് ഒരു ചേറുമീൻ കിട്ടുന്നത്. എന്താ അത്ര വലിയ വലുതൊന്നുമല്ല, ഒരു 3/4 കിലോ കാണും. അല്ലല്ലോ അപ്പം ഒരു 3/4 കിലോ കാണും. എന്താ അപ്പോൾ ഇളയപ്പൻ ഇന്ന് കറി വെക്കാനായിട്ടുള്ളതായി. കാരണം ഇത് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ചത്തു പോകാൻ സാധനമാണ് ഈ ചേറുമീൻ എന്ന് പറയുന്നത്. പിന്നെ അച്ചാറിടാൻ അടിപൊളി സാധനമാണ്. അതായത് നമുക്ക് അപ്പോൾ ഇതിനെ എടുത്തിട്ട് കാണിക്കാം. ഓക്കെ, ആരും ഇത് ചെയ്യണ്ട. ഇത് അല്ല നമ്മുടെ കൂടിൻ്റെ വായൊന്നും കെട്ടിയിട്ടിട്ടാണെന്നും പറയുന്നത്. ഏതുണ്ട് വായെല്ലാം ഇതുണ്ട് അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ പലരും പറയും വായൊക്കെ കാണിക്കാനൊക്കെ പറയും. അപ്പം അങ്ങനെ ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ടാണ് വീട്ടുകളിൽ ചാടി പോവും. അപ്പം അങ്ങോട്ട് മാറ്റിടാം അല്ലേ, നമുക്ക് അങ്ങോട്ട് മാറ്റിടാം. ചിലപ്പോൾ ചാടിയാൽ ചാക്കൊക്കെ നമ്മൾ എടുക്കും. കാരണം കൂട് നോക്കാൻ വരുന്നതല്ലേ. അഴിച്ച് നമുക്ക് ഇവിടെ ഇട്ടിട്ട് കാണിക്കാം. അപ്പം ഇവിടെ നിൽക്കാം. വെയിലോ കാണത്തില്ല, എന്നെ കാണാം. എന്താണ് അല്ല 3/4 കിലോ സൈസ് വരും. ഇതാണ് ഒരു ചെറിയ വീഡിയോ. നമുക്ക് ആദ്യമായിട്ട് ഈ സീസണിൽ കിട്ടിയ ഒരു ചെറുമീനാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ കൂടെ 2-3 നോക്കാറുണ്ട്. അതായത് നമുക്ക് ആയാലും നോക്കിയേക്കാം. തിരിവിടെ കിടക്കട്ടെ. സാധാരണ നമ്മൾ കൂട് നോക്കുമ്പോൾ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കിന് കൂടെ കാണുമ്പോൾ നമുക്കറിയാം മീനുണ്ടെങ്കിൽ. കാരണം നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കിയെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം നമ്മൾ പൊക്കിയത് അതിനകത്തൊന്നും ഇല്ല. അത് കാരണം നമുക്കിത് ഈ കൂട്ടി നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരുന്ന ഓലയൊക്കെ മാറിക്കിടക്കുക. അപ്പോൾ ഇതിനകത്ത് മീനോ എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ചിലപ്പം കരുണ വന്ന് ഇടിച്ചാലും ആമ വന്ന് ഇടിച്ചാലും എല്ലാം ഇങ്ങനെ സംഭവിക്കുക. അതായത് നമുക്കൊന്ന് പൊക്കി നോക്കാം, ഒന്ന് മാറ്റിയേക്കാം. വേറെ ഒരു ഓല വേണം. നമ്മളതിന് ചെറിയ പൊടിഞ്ഞു എന്താ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇത് അറിഞ്ഞില് അളപ്പന് വേണോ അല്ലേ? അതിനകത്ത് ഇട്ടത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കഴുന്ന കണ്ട ഇതായാലും മതി, അവൻ പൊക്കും. അപ്പം ഇവനെ പയ്യെ റിലീസ് ചെയ്തേക്കാം. അനക്കം വല്ലതും ഉണ്ടോ? ഉണ്ടോ? കാര്യമല്ല, വരാല്. ഉള്ളതാട്ടെ. ഇതാണ് വട്ടാൻ. ഇതാ ഇവിടുത്തെ വരാല്.
അപ്പം നമുക്ക് എന്താ ഒരു നാടൻ വരാലും ഒരു നാടൻ ചെറുമീൻ. അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു, കാരണം മഴയൊന്നുമില്ല. അത് കാരണം നമ്മൾ കൂടെ പിന്നെ അടുക്കുന്ന വന്ന് നോക്കാണ്ടൊക്കെ വന്ന് നോക്കിയത്. അവിടെ വന്ന് നോക്കപ്പോഴത്തേക്കിന് കൂടുതൽ ചെറിയൊരു അനക്കം. ഇതുണ്ടോ ഇതിൻ്റെ വാഴയ്ക്ക് ഇരിക്കുന്നുണ്ടോ? ഇതുണ്ടോ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചവറ് വെച്ചില്ലെന്നുണ്ട് ഇതുണ്ടോ എലി കടിക്കുന്നു. എലി ഇത് വെള്ളം കുറവായത് കാരണം കുഴപ്പമില്ല. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുവഴി എല്ലാം മീൻ ചാടും. ഉണ്ടോ ഇത് ഓട്ടം ഉണ്ടോ എലി കടിച്ചത്. നമ്മളിപ്പം ഇത് നൂലൊന്നും വരുന്നില്ല തയ്ച്ചിടാനായിട്ട്. അത് നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. കൂട്ടുകാരത്തെ നമുക്ക് ഇത് ചെറുമീനാണ്. ഇതുണ്ടോ വലിയ വലുതൊന്നും തന്നെ, ഒരു 3/4 കിലോ കാണും. ഉണ്ടോ ഒരു വരാല് ചെറുതാണ്. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.